ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും PS വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് പ്രിപ്പറേഷനാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇല ഇടിയപ്പമാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഫുഡ് വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. എന്നിട്ട് വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇടിയപ്പത്തിനുള്ള മാവാണ്. ഇത് ഇടിയപ്പത്തിനുള്ള പാക്കറ്റ് മാവാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി കുതിർത്ത് തരിയില്ലാതെ പൊടിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ പീരയാണ് ആവശ്യം. മൂന്നാമതായിട്ട് വെള്ളമാണ്. ഇത് തിളപ്പിക്കാത്ത വെള്ളമാണ്. നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത് ഉപ്പാണ്. വെള്ളമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പൊടിയുപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നത്. അടുത്ത് വേണ്ടത് വാഴയിലയാണ്. ഞാനിവിടെ 2 ഇല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എണ്ണത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്യുക. നമ്മുടെ വെള്ളം ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. വെള്ളം തിളച്ചതിൻ്റെ ഏകദേശം സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി നോക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഞാനിവിടെ 1 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. മാവ് തട്ടുക. ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. അധികം ആകരുത്, ആവശ്യത്തിന്. അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തിളപ്പിച്ച വെള്ളമാണ്. കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ആകരുത്. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ മാവ് അതിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സാധാ ഇടിയപ്പത്തിന് എങ്ങനെയാണ് മാവ് കുഴച്ചെടുക്കുന്നത് അതേ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം കുഴച്ചെടുത്താൽ മതി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം. അപ്പോഴത്തേക്കും നമ്മൾ കയ്യിലൊട്ടി പിടിക്കാൻ പാടില്ല. ആ ഒരു പരുവത്തിലാണ്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇടിയപ്പം ഒരുപാട് സമയം അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പച്ചവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഈ എത്രത്തോളം നമ്മൾ കുക്ക് ചെയ്യുന്നത് സമയം കൂടുന്നു അതിനനുസരിച്ച് ഇടിയപ്പം ഹാർഡായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം ഇത് ഏകദേശം ഒരു ഹാഫ്ലി കുക്ക്ഡ് ആണ്. ഇപ്പോൾ തന്നെ ഈ മാവ് ഏകദേശം ഹാഫ്ലി കുക്ക്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ മാവ് കുഴച്ച് വെച്ചു. അപ്പം മാവ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടി. അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി
ഇതിനെ നമ്മുടെ പിഴിയാൻ വേണ്ടി എടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ മാവ് ഇതിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ പിഴിഞ്ഞെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സാധാഗതിയിൽ നമ്മൾ എപ്പോഴും ഇടിയപ്പം കഴിക്കാറുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും, പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. പിന്നെ വാഴയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ഫ്ലേവറും ഉണ്ടായിരിക്കും. നല്ല രുചിയാണ്. ഓക്കെ, ഇത്രയും മതിയാവും. തീരെ കട്ടി കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ എടുക്കാം നേരെയായിട്ട്. അതിൻ്റെ വേണ്ട നമ്മൾ 2 ഇലയിലും ഇടിയപ്പം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മതിയാകും, കാരണം നമുക്ക് 2 ഇടിയപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മതിയാകും. നമുക്കിതിനെ ഈ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വയ്ക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ശേഷം തിളപ്പിക്കാനായിട്ട് വയ്ക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇഡലി തട്ട് വെച്ചിട്ട് ഈ ഇലകളെ നമുക്കെടുത്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെ ആവി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞ് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് സ്റ്റീം ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഇഡലി തട്ട് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. വച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മളിപ്പം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിയപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. അടുത്തട്ട് വയ്ക്കുന്നു. ഇതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇടിയപ്പം വെച്ച് കൊടുക്കാം. ശേഷം അടച്ചു വയ്ക്കുക. ശേഷം സ്റ്റീക്ക് കൂട്ടി വയ്ക്കുക. നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നന്നായിട്ട് ഇലയൊക്കെ വാടി വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ സ്റ്റീം കൂട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് സ്റ്റീം ഒരു മീഡിയം ലെവലിൽ, തീരെ ലോ ആക്കണ്ട, മീഡിയം ലെവലിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ഇടിയപ്പം കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ടോട്ടൽ 10 മിനിറ്റ് ആയിക്കഴിഞ്ഞു. 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഹാഫ് കുക്ക്ഡ് ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇനി കൂടുതൽ നേരം നമ്മൾ കുക്ക് ചെയ്യുന്നതനുസരിച്ച് ഇടിയപ്പം ഹാർഡായിക്കൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോഴേ തന്നെ നല്ല ഒരു അതിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ല്, അതായത് വാഴയുടെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പം വരുന്നുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല ആവി പറക്കുന്നതായിട്ടുള്ള ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രുചിയാണ്, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. കാരണം വാഴയിലയൊക്കെ നന്നായിട്ട് വാടി അതിൻ്റേതായിട്ടുള്ള ഫ്ലേവറും ഒക്കെ ഇതിൽ പിടിച്ച് നല്ലൊരു മണവും വരുന്നുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാനായിട്ട് വയ്ക്കാം. കണ്ടോ, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇടിയപ്പമാണിത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്.
ഇത് ഏത് കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. എനിക്കിന്നിവിടെ ബീഫ് കറിയാണുള്ളത്. അതും കൂട്ടി ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, ഞാൻ ബീഫ് കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം ഒരു ഗ്ലാസ് ചായയുണ്ട്. കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം എന്താണ്, കുശാലാണ്. എല്ലാവർക്കും ഇലയിടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. വെറൈറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വേറെ യാതൊരു വിധത്തിലുള്ള ചിലവുകളും കാര്യങ്ങളൊന്നും ഇതിലില്ല. നമ്മൾ സാധാ ഇടിയപ്പത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്നത് വാഴയില മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് രാവിലെയുള്ളതോ രാത്രിയുള്ള ഫുഡായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ കാണുക, എന്നെ ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.